ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നല്ല ഹെൽത്തി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള 2 ചെറിയ മധുരക്കിഴങ്ങും 1 ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് വേവിക്കണം. പിന്നെ കുറച്ച് പാല് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഹെൽത്തിയാണെന്ന് പറഞ്ഞല്ലോ ഡ്രിങ്ക്. അപ്പോൾ ഈത്തപ്പഴമുണ്ട്, കശുവണ്ടിയുണ്ട്, ബദാമുണ്ട്, കുറച്ച് 2 സ്പൂണ് പഞ്ചസാരയും. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളെ അട ചെമ്പില്ലേ, അതിലേക്ക് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അതാണിത്. അതിലേക്ക് ഞാൻ ഈ എടുത്ത് വെച്ച മധുരക്കിഴങ്ങും ക്യാരറ്റും എടുത്ത് ഇതിനെ വേവിക്കണം. വേവിച്ചതിൻ്റെ ശേഷം നമുക്ക് തണിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സീൻ്റെ ജാറിലിട്ട് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം. അതാണ് പരിപാടി. അപ്പം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടല്ലോ. അപ്പോൾ അടച്ചു വെക്കട്ടെ. അടച്ചു. ഇനി നമുക്ക് അത് വെന്തിട്ട് കാണാം. വെന്തതിൻ്റെ ശേഷം നമുക്ക് കാണാം. ഹലോ ഫ്രണ്ട്സ്, കാര്യമായിട്ടുള്ളൊരു സാധനം പറയാൻ വിട്ടുപോയി. നമ്മളെ മിൽക്ക് മെയ്ഡ് വേണം, എന്നാൽ മാത്രമേ അതിന് രുചി കൂടുള്ളൂ. പറയാൻ മറന്നുപോയി. ഇവിടെ തന്നെ എടുത്ത് വെച്ചതാണ്. എപ്പോൾ ഇങ്ങനെ തന്നെയാണ് സംഭവം. എടുത്ത് വെക്കും, പക്ഷേ മറന്നുപോകും. ഇപ്പം ഞാനത് പൊട്ടിച്ചു. എന്നാൽ വേഗം എടുത്ത് ഒഴിക്കാലോ എന്നുള്ളതിന്. അപ്പോൾ അതും കൂടി വേണം ഗൈസ്, കേട്ടാ. അപ്പോൾ വെന്തിനോ നോക്കട്ടെ ഗൈസ്. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങണമല്ലോ. അപ്പോൾ വെന്ത്. അപ്പോൾ ഞാനിത് വാങ്ങിയിടട്ടെ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് വാങ്ങിയിട്ട് ഇടുന്നുണ്ടേ. ഇതിന് തണിയണം. അതിൻ്റെ ശേഷം വേണം നമുക്ക് മിക്സിയിൽ നല്ല വൃത്തിയിൽ അരച്ചെടുക്കാൻ. എന്നിട്ടാണ് നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. ഇപ്പോൾ മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ളത് എന്തെല്ലാമെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ നമ്മളെ ക്യാരറ്റ്, അതും അതേപോലെ തന്നെ കണ്ണിനെല്ലാം പറ്റിയതാണ്. സൗന്ദര്യം വർദ്ധിക്കാൻ നല്ലതാണ്. എല്ലാത്തിനും പറ്റിയിട്ടുള്ള സംഭവങ്ങളാണിത്. പിന്നെ നമ്മളെ ഈത്തപ്പഴം, പിന്നെ കശുവണ്ടി, ഇതെല്ലാം നല്ല നല്ല സാധനങ്ങൾ തന്നെ. അപ്പോൾ ഞാനിത് തണിഞ്ഞ് കഴിഞ്ഞിട്ട് അരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാ ഗൈസ്, ഇതെല്ലാം തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരക്കിഴങ്ങും നമ്മളെ ക്യാരറ്റും എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ടു. ഇനി അടുത്തത് ഈത്തപ്പഴം, കശുവണ്ടി, ബദാം ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാരയെ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മളെ കാര്യമായിട്ടുള്ള സാധനമാണ് മിൽക്ക് മെയ്ഡ്. അതും കൂടി ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പം അതിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ അയ്യോ മറിഞ്ഞു പോയി ഗൈസ്. അതപ്പാട് ഇങ്ങോട്ടേക്ക് വന്നുപോയി. കുറച്ച് മറിഞ്ഞു പോയി, കുഴപ്പമില്ല. അപ്പം അതും കൂടിയാക്കി ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഗൈസ്, ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടിയുള്ളത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരഞ്ഞ് വരണമല്ലോ നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നല്ല വൃത്തിയിൽ അരച്ചിട്ട് കൊണ്ടുവരാം. എന്നിട്ട് കാണിച്ചു തരാം. നല്ല വൃത്തി
തീയിൽ എപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യം പറയാൻ മറന്നു. കുറച്ച് ഏലക്കായയുടെ പൊടി ഇടാൻ മറന്നുപോയി. നല്ലൊരു മണം വേണ്ടേ നമുക്ക് നമ്മളെ ഡ്രിങ്കിന്? അപ്പോൾ അതിന് വേണ്ടി അതും കൂടി അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പാല് കട്ടയായിട്ടുള്ള അതും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്ക് ക്ലിയറായി വരും. അപ്പോൾ ഇത് ഗൈസ് ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ കണ്ട, സൂപ്പർ സാധനമാണ്. ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ വെരി വെരി ഹെൽത്തി ഡ്രിങ്കാണ്. ഇതാ അപ്പം ഞാനിത് ഒഴിക്കുന്നുണ്ട് ഗ്ലാസ്സിലേക്ക്. ഇത് ചെറിയ കുട്ടിയൊക്കെ ആയാലും വലിയൊക്കെ ആയിക്കഴിഞ്ഞാലും എല്ലാം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കണ്ട എന്തെല്ലാം ഞാൻ എടുത്തതെന്ന് കണ്ടതാണല്ലോ വീഡിയോയിൽ. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് തരണം ഗൈസ്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാമെന്ന് ഞാൻ ചേർത്തതെന്നൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കങ്ങനെ ആയിട്ടില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാനിതാ കുറച്ച് ഡെക്കറേറ്റ് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി. ഇതാ വാവ്, സൂപ്പറാണ് കേട്ടോ. ഇനി ഞാനിത് കുടിച്ചിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞുതരാം എന്തെല്ലാമെന്നൊന്ന്. ഇതാ കണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ എടുത്ത ഒരു കവർ പാല് കട്ടയാക്കിയതാണ്. ഇനിയും ഇതൊരു ഗ്ലാസ്സിലും കൂടി ഒഴിക്കാൻ ഇതാ ഇവിടെ ബാക്കിയുണ്ട്. കണ്ടല്ലോ, ഇതാ ഒരു ഗ്ലാസ്സിലേക്കും കൂടി ഉണ്ട്. അപ്പോൾ 3 ആൾക്ക് നല്ല സുഖസുന്ദരമായിട്ട് കുടിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടല്ലോ, അടിപൊളിയല്ലേ ഗൈസ്? ഇത് ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് തരണം. വീണ്ടും വീണ്ടും പറയുകയാണ് ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ. ഓക്കേ.